കഴിഞ്ഞ ഡിസംബറിൽ IPL മിനി ഓപ്ഷൻ അരങ്ങേറുന്നതിന് തൊട്ടു മുമ്പാണ് ക്വിന്റൺ ഡീകോക്കിന് മുംബൈ ഇന്ത്യൻസിന്റെ വിളിയെത്തുന്നത്. അതുവരെ ദക്ഷിണാഫ്രിക്കൻ താരം ലേലത്തിൽ പേര് പോലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഒടുവിൽ അവസാന ഘട്ടത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത 35 താരങ്ങളിൽ ഡീകോക്കിന്റെ പേര് കൂടെ തെളിയുന്നു. ഓപ്ഷനിൽ അടിസ്ഥാന വിലക്ക് മുംബൈ തന്നെ ഡീകോക്കിന് റാഞ്ചി. കഴിഞ്ഞ സീസണിൽ 2 കോടിയായിരുന്നു ഡീകോക്കിന്റെ അടിസ്ഥാന വിലയെങ്കിൽ ഇക്കുറി അത് 1 ആക്കി കുറച്ചു. ലേലത്തിന് മുമ്പേ ടീം സെറ്റാക്കിയ മുംബൈയുടെ കയ്യിൽ ആകെ 3 കോടികൾ താഴെയാണ് അവശേഷിച്ചിരുന്നത്. എന്നിട്ടും ഓപ്ഷനിൽ അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. മുംബൈയുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡീകോക്ക്. ഇന്നലെ സെഞ്ചുറിയനിൽ വിൻഡീസിനെതിരായ 2ാം T20 ഇറങ്ങുമ്പോൾ 3 വർഷം പിറകിലേക്ക് അയാളുടെ ഓർമ്മകൾ സഞ്ചരിച്ച് കാണും. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ 3 വർഷങ്ങൾക്കിപ്പുറമാണ് ഡീകോക്ക് ഒരു T20 മത്സരം കളിക്കാൻ ഇറങ്ങുന്നത്. അതും ചരിത്രങ്ങൾ ഏറെ ഉറങ്ങുന്ന സെഞ്ചുറിയനിൽ. ദക്ഷിണാഫ്രിക്കൻ ജേഴ്സികൾ ഡീകോക്കിന്റെ 100ാം T20 മത്സരം. പരമ്പര നേടാൻ വിജയം അനിവാര്യമായ 2ാം T20യിൽ വിൻഡീസ് ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് മാർക്രവും ഡീകോക്കും പാഡ് കെട്ടിയിറങ്ങി. 3ാം ഓവറിൽ മാർക്രം വീണു. പിന്നെ പ്രോട്ടിയാസിന്റെ ഒരു വിക്കറ്റ് വീണത് എപ്പോഴാണെന്നോ 15ാം ഓവറിൽ. 2 മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ സെഞ്ചുറിയനിൽ സംഹാരതാണ്ഡവം ആടുന്നതാണ് പിന്നെ ആരാധകർ കണ്ടത്. റിയാൻ റിക്കിൾട്ടൺ ഡീകോക്ക് ജോഡി 2ാം വിക്കറ്റിൽ പടുത്തുയർത്തിയത് 162 റൺസിന്റെ കൂട്ടുകെട്ടാണ്. അതും വെറും 72 പന്തിൽ. പന്തെറിഞ്ഞ 6ൽ 5 വിൻഡീസ് താരങ്ങളുടെയും എക്കോണമി 10 കടന്നു. വെറും 2 ഓവർ എറിഞ്ഞ റൊമാരിയോ ഷെഫേർഡിന് കിട്ടിയത് 35 റൺസ്. ജേഡൻ സിൽസിന് 2 ഓവറിൽ അതിലും കൂടുതൽ കിട്ടി, 38 റൺസ്. എക്കോണമി 20 തികക്കാനായില്ലെന്നൊരു സങ്കടമേ ഉള്ളൂ. 3 ഓവർ എറിഞ്ഞ ജേസൺ ഹോൾഡർക്ക് കിട്ടിയത് 37. അത്ര തന്നെ എറിഞ്ഞ റോസ്റ്റൻ ജേഴ്സിന് കിട്ടിയത് 40. പന്തെടുത്തവരെയൊക്കെ ഡീകോക്കും റിക്കിൾട്ടണും ചേർന്ന് സെഞ്ചുറിയനിൽ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. വെറും 43 പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ ഡീകോക്ക് 15ാം ഓവറിൽ പുറത്തായി മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ ചേർത്തത് 49 പന്തിൽ 115 റൺസ്. 10 സിക്സും 6 ഫോറുമാണ് അയാളുടെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. സെഞ്ചുറിയിൽ 84 റൺസും വന്നത് ബൗണ്ടറികളിലൂടെ. ബാറ്റ് വീശിയത് 234 സ്ട്രൈക്ക് റേറ്റിൽ. റിക്കിൾട്ടൺ ആകട്ടെ 36 പന്തിൽ 77 റൺസാണ് അടിച്ചെടുത്തത്. പറത്തിയത് 3 സിക്സും 9 ഫോറും. ബാറ്റ് വീശിയത് 213 സ്ട്രൈക്ക് റേറ്റിൽ. ഒടുവിൽ 18ാം ഓവറിൽ മാത്യു ഫോർഡിനെതിരെ ബൗണ്ടറി പായിച്ച് റിക്കിൾട്ടൺ റോട്ടീസിന് വിജയവും പരമ്പരയും സമ്മാനിച്ചു. വെറും 25 പന്തിലാണ് റിക്കിൾട്ടൺ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് എന്നോർക്കണം. T20 ക്രിക്കറ്റിൽ റിക്കിൾട്ടന്റെ ഹയസ്റ്റ് സ്കോറാണ് ഇന്നലെ സെഞ്ചുറിയനിൽ പിറന്നത്. T20യിൽ ഡീകോക്കിന്റെ ആദ്യ സെഞ്ചുറിയുമായി ഒരുപാട് സമാനതകളുണ്ട് 2ാം സെഞ്ചുറിക്ക്. 2023 ഡീകോക്ക് ദക്ഷിണാഫ്രിക്കൻ ജേഴ്സിയിൽ തന്റെ ആദ്യ T20 സെഞ്ചുറി കുറിക്കുന്നത്. വിൻഡീസ് തന്നെയായിരുന്നു എതിരാളികൾ. വേദി ഇതേ സെഞ്ചുറിയൻ. അന്നും 43 പന്തിലാണ് ഡീകോക്ക് സെഞ്ചുറി കുറിച്ചത്. അതും ഒരു ചേസിംഗിലായിരുന്നു. റീസ ഹെൻഡ്രിക്സിനൊപ്പം ഓപ്പണിംഗ് വിക്കറ്റിൽ ഡീകോക്ക് പടുത്തുയർത്തിയത് 152 റൺസിന്റെ പാർട്ണർഷിപ്പാണ്. വിൻഡീസ് ഉയർത്തിയ 259 റൺസിന്റെ വിജയലക്ഷ്യം മറികടക്കാൻ അന്നും റോട്ടീസ് 20 ഓവർ തികച്ചെടുത്തിട്ടില്ല. ഇക്കുറി വിൻഡീസ് ഉയർത്തിയത് 221 റൺസിന്റെ വിജയലക്ഷ്യമാണ്. അത് മറികടക്കാനും 20 ഓവർ തികച്ചെടുത്തില്ല. നേരത്തെ ഷിംറോൺ ഹെറ്റ്മെയറിന്റെയും ബ്രണ്ടൻ കിങ്ങിന്റെയും റുദർഫോർഡിന്റെയും ഇന്നിംഗ്സുകളാണ് വിൻഡീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. 2ാം വിക്കറ്റിൽ കിങ്ങും ഹെറ്റ്മെയറും ചേർന്ന് പടുത്തുയർത്തിയത് 126 റൺസിന്റെ കൂട്ടുകെട്ടാണ്. അവസാന ഓവറുകളിൽ റുദർഫോർഡ് തകർത്തടിച്ചു. അവസാന 5 ഓവറിൽ മാത്രം 76 റൺസാണ് വിൻഡീസ് സ്കോർ ബോർഡിൽ ചേർത്തത്. പക്ഷേ ഡീകോക്ക് തലയുയർത്തി നിന്നതോടെ ഈ പോരാട്ടങ്ങളൊക്കെ വിഫലമായി. നേരത്തെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഡീകോക്ക് തീരുമാനം പിൻവലിച്ച് ദക്ഷിണാഫ്രിക്കൻ ജേഴ്സികൾ തിരിച്ചെത്തിയത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഡീകോക്ക് സെഞ്ചുറി കുറിച്ചിരുന്നു. T20 പരമ്പരയിൽ 2 അർദ്ധ സെഞ്ചുറികളും തന്റെ പേരിലാക്കി. പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ച ഏക മത്സരത്തിൽ 90 റൺസ് എടുത്ത ഡീകോക്ക് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. ഇന്നലെ സെഞ്ചുറിയനിൽ നിരവധി റെക്കോർഡുകളാണ് ഡീകോക്ക് കുറിച്ചിട്ടത്. സെഞ്ചുറിയോടെ T20 ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായി ഏറ്റവും കൂടുതൽ റൺസ് എന്ന നാഴികക്കല്ലിൽ തൊട്ടു. മറികടന്നത് ഫാഫ് ഡു പ്ലസിസിനെ. ഒപ്പം T20 ക്രിക്കറ്റിൽ ആകെ 12,000 റൺസും താരം തൻ്റെ പേരിൽ കുറിച്ചു. ഡീകോക്കും റിക്കിൾട്ടണും ചേർന്ന് പടുത്തുയർത്തിയ 162 റൺസിന്റെ കൂട്ടുകെട്ട് T20 ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും മികച്ച 4ാമത്തെ കൂട്ടുകെട്ടാണ്. ഏതായാലും ലോകകപ്പിന് മുമ്പ് ഡീകോക്കിന്റെ ഫോം ദക്ഷിണാഫ്രിക്കൻ ആരാധകരെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആരാധകരെയും ആവേശത്തിലാക്കുന്നുണ്ട്. മുംബൈയും ഡീകോക്കും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത് 2019 2,80,00,000 ടീം അന്ന് താരത്തെ സ്വന്തം തട്ടകത്തിലെത്തിച്ചത്. 2019 2020 ടീമിന്റെ കിരീട നേട്ടങ്ങളിൽ ദക്ഷിണാഫ്രിക്കൻ താരത്തിന് നിർണായക റോൾ ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ ഡീകോക്ക് ഓപ്പണിംഗ് ജോഡിയെ അന്ന് എതിർ ടീമുകളൊക്കെ ഭയന്നു. 2021 വരെ 3 സീസൺ ഡീകോക്ക് മുംബൈക്കായി കളിച്ചു. ആദ്യ സീസണിൽ 529 റൺസാണ് താരം അടിച്ചെടുത്തത്. 2ാം സീസണിൽ 503, 3ാം സീസണിൽ 297.
43 മത്സരങ്ങളിൽ നിന്ന് ആകെ 1329 റൺസ്, 34 ആവറേജ്, 131 സ്ട്രൈക്ക് റേറ്റ്. 6 ഫ്രാഞ്ചൈസികൾക്കായി ഡി കോക്ക് IPL-ൽ പാടണിഞ്ഞിട്ടുണ്ട്. മുംബൈ, കൊൽക്കത്ത, ഡൽഹി ക്യാപിറ്റൽ, സൺറൈസേഴ്സ് ഹൈദരാബാദ്, RCB, ലക്നൗ സൂപ്പർ ജയൻസ്. 115 മത്സരങ്ങളിൽ നിന്ന് 3309 റൺസാണ് IPL-ൽ ഡി കോക്കിൻ്റെ സമ്പാദ്യം. 2 സെഞ്ചുറികളും 24 അർദ്ധ സെഞ്ചുറികളും IPL-ൽ ഡി കോക്ക് കുറിച്ചിട്ടു. രോഹിത്തും ഡി കോക്കും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ഓപ്ഷന് ശേഷം ടീമുടമ ആകാശ് അംബാനി മനസ്സ് തുറന്നിരുന്നു. ഡി കോക്കിൻ്റെ പേരുണ്ടായിരുന്ന എല്ലാ ഓപ്ഷനുകളിലും ഞങ്ങൾ അയാൾക്കായി രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ഓപ്ഷനിൽ കൊൽക്കത്തയോടും ഡി കോക്കിന് വേണ്ടി ഞങ്ങൾ മത്സരിച്ചു. രോഹിത്തും അയാളും തമ്മിൽ ഒരു വലിയ കെമിസ്ട്രി ഉണ്ട്. കിരീടമണിഞ്ഞ 2 സീസണുകളിൽ ആ ഓപ്പണിംഗ് പെയർ നൽകിയ സംഭാവന എന്താണെന്ന് അറിയാമല്ലോ. ഡി കോക്കിൻ്റെ തിരിച്ചുവരവ് വലിയ രീതിയിൽ ടീമിന് ഗുണം ചെയ്യും, ആകാശ് പറഞ്ഞു വെച്ചു. വി വർ ലക്കി എന്നാണ് മഹേല ജയവർദ്ധനെ ഡി കോക്കിൻ്റെ കംബാക്കിന് ശേഷം പ്രതികരിച്ചത്. ടോപ്പ് ഓർഡറിൽ ടീമിൻ്റെ ഡെപ്ത് ഡി കോക്കിൻ്റെ ആഡിങ്ങോടെ വർദ്ധിക്കുമെന്നും ജയവർദ്ധന പറഞ്ഞു. ഏതായാലും IPL-ൽ ഇക്കുറി 2 കൽപ്പിച്ചാണ് മുംബൈ എത്തുന്നത് എന്ന് പറയേണ്ടി വരും. ബ്ലൂ ജേഴ്സിയിൽ ഡി കോക്കിൻ്റെ കംബാക്കിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.